ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥ കേൾക്കാമല്ലേ? എൻ്റെ പേര് ഫൈസൽ. എനിക്ക് 19 വയസ്സുള്ളപ്പോൾ നടന്ന ഒരു സംഭവമാണിത്. എൻ്റെ വീട്ടിൽ ഞാൻ, അനിയൻ, 2 അനിയത്തിമാർ, വാപ്പ, ഉമ്മ എന്നിവരാണുള്ളത്. എൻ്റെ കുടുംബം സാമ്പത്തികമായി അത്ര നല്ല നിലയിലല്ലായിരുന്നു അന്ന്. എറണാകുളത്തെ കലൂരിലെ ഒരു വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. എൻ്റെ വാപ്പ ദുബായിലൊരു വീട്ടിലെ കുക്കാണ്. വർഷത്തിലൊരിക്കൽ മാത്രമേ വാപ്പ നാട്ടിൽ വരാറുള്ളൂ. ഞാൻ എൻ്റെ +2 പഠനം കഴിഞ്ഞ് കോളേജ് അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്ന സമയം. മാർക്ക് കുറവായതിനാൽ വീടിനടുത്തുള്ള കോളേജിലൊന്നും എനിക്ക് അഡ്മിഷൻ കിട്ടില്ലെന്ന് എനിക്കറിയായിരുന്നു. അതിനാൽ വീട്ടിൽ നിന്നും കുറച്ചകലെയുള്ള ഒരു കോളേജിൽ അഡ്മിഷൻ ഒരു കുടുംബ സുഹൃത്ത് വഴി വാപ്പ എനിക്ക് തരപ്പെടുത്തി തന്നു. അവിടെ ഹോസ്റ്റലിൽ തന്നെ എൻ്റെ താമസവും ശരിയാക്കിയ ശേഷം വാപ്പ തിരികെ ദുബായിലേക്ക് പോയി. കോളേജിൽ ആദ്യ ദിവസം ഞാനും എൻ്റെ ഉമ്മയും കൂടിയാണ് കോളേജിലേക്ക് പോയത്. ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിന്നിരുന്ന ഞങ്ങളുടെ മുന്നിലേക്ക് ഒരു പുതിയ സ്വിഫ്റ്റ് കാർ കൊണ്ടുവന്ന് നിർത്തി. അതിൻ്റെ ഗ്ലാസ് അല്പം താഴ്ത്തിയപ്പോൾ അകത്തിരിക്കുന്ന ആളെ ഞാൻ തിരിച്ചറിഞ്ഞു. ഉമ്മയുടെ അകന്ന ബന്ധത്തിലുള്ള ഹുസൈനിക്കായിരുന്നു അത്. എവിടേക്കാണ് യാത്രയെന്ന് ഇക്ക ചോദിച്ചു. ഉമ്മ പറഞ്ഞു, ഒന്ന് മൂവാറ്റുപുഴ വരെ പോവാണെന്ന്. ആ, എങ്കിൽ കയറിക്കോളൂ, ഞാൻ പെരുമ്പാവൂരിലോട്ടാണ്. അവിടെ എൻ്റെ ഒരു വീട് കാണാൻ ആൾ വരുന്നുണ്ട്. അവിടെ നിന്ന് മൂവാറ്റുപുഴ അടുത്താണ്. ഞാൻ കൊണ്ടുചെന്ന് ആക്കിത്തരാമെന്ന് ഹുസൈനിക്ക ഞങ്ങളോട് പറഞ്ഞു. ഞാനും ഒപ്പമുള്ളത് കൊണ്ട് ഉമ്മ വേഗം തന്നെ കാറിൻ്റെ പിന്നിൽ കയറി. ഞാൻ കാറിൻ്റെ മുന്നിലെ സീറ്റിലും കയറി. ഇനി അല്പം എൻ്റെ ഉമ്മയെ പറ്റിയൊന്ന് പറയാം. ഉമ്മയുടെ പേര് സാജിദ. 36 വയസ്സ് പ്രായം വരും. നല്ല വെളുത്ത നിറം, 5 അടിയോളം പൊക്കം. ചെറുപ്പം തൊട്ടേ എൻ്റെ മനസ്സിലെ രാജ്ഞിയായിരുന്നു എൻ്റെ ഉമ്മ. നല്ല ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ചതുകൊണ്ടും വർഷത്തിൽ 1 മാസം മാത്രമേ വാപ്പ വീട്ടിലേക്ക് വരാറുള്ളതുകൊണ്ടും ഉമ്മ എന്നും നല്ല ചെറുപ്പക്കാരായി തന്നെ ഇരിക്കുകയായിരുന്നു. ഈ ഹുസൈനിക്ക പണ്ട് ഉമ്മയെ കല്യാണം ആലോചിച്ചതാണെന്നും വല്യപ്പ സമ്മതിക്കാനുള്ള കാരണം അത് നടന്നില്ല എന്നും ഉമ്മ പറഞ്ഞിട്ടുള്ള അറിവ് എനിക്കുണ്ടായിരുന്നു. കാറിൽ വെച്ച് ഹുസൈനിക്ക പല കാര്യങ്ങളും അന്വേഷിച്ചു. വാപ്പ എന്നിവരും പെങ്ങന്മാരെന്ത് ചെയ്യുന്നു എന്നല്ല, ഇടയ്ക്കിടയ്ക്ക് ഉമ്മയോടും കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഒരു 8:30 ആയപ്പോഴേക്കും ഞങ്ങൾ പെരുമ്പാവൂരിലെത്തി. അവിടെ നിന്നും മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന വഴിയിൽ ഇക്കാക്ക് ഒരു വീടുണ്ട്. അത് കാണുവാൻ ഒരു പാർട്ടി ഇന്ന് വരുന്നുണ്ട്. അവരെ കാണിക്കുന്നതിനാണ് ഇന്നത്തെ യാത്ര. അവരിപ്പോൾ വരും. അത് കഴിഞ്ഞ് ഞാൻ തന്നെ നിങ്ങളെ മൂവാറ്റുപുഴയിൽ കൊണ്ടുവിടാം എന്ന് ഇക്ക ഞങ്ങളോട് പറഞ്ഞു. ഏയ് വേണ്ട, ഞങ്ങളിവിടെ നിന്ന് ഒരു ബസ്സിന് പോക്കോളാം എന്നും പറഞ്ഞ് ഉമ്മയും ഞാനും പെരുമ്പാവൂരിലേക്ക് ഇറങ്ങി. ആദ്യം വന്ന 1-2 ബസ്സുകളിൽ രാവിലെ ആയതിനാൽ നല്ല തിരക്കായിരുന്നു. അത് കാരണം ഞങ്ങൾ കയറിയില്ല. അടുത്ത ബസ്സിന് വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുന്ന സമയത്ത് ഹുസൈനിക്ക വീണ്ടും വന്നു. അവരിന്ന് വരുന്നില്ല, വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ മൂവാറ്റുപുഴയിൽ കൊണ്ടാക്കിത്തരാം എന്ന് ഇക്ക പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും കാറിൽ കയറി നേരെ കോളേജിലെത്തി. ഞങ്ങളെ അവിടെ ഇറക്കി ഇക്ക തിരിച്ചുപോയി. അവിടെ ആദ്യ ദിവസമായതിനാൽ ക്ലാസ്സൊക്കെ ഒന്ന് കണ്ട ശേഷം തിരികെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മറ്റും എടുത്ത് അടുത്ത ദിവസം ഹോസ്റ്റലിലേക്ക് താമസിക്കാം എന്നായിരുന്നു ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത്. 1.5 മണിക്കൂർ നീണ്ട അഡ്മിഷൻ പ്രോസസ്സും പ്രിൻസിപ്പളിൻ്റെ പ്രസംഗവുമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ വീണ്ടും ഹുസൈനിക്ക നിൽക്കുന്നുണ്ടായിരുന്നു. വീട് കാണാൻ വന്നവർ കുറച്ചു മുമ്പ് വന്നു. അവരെ വീട് കാണിച്ച ശേഷം പോകുന്ന വഴി ചുമ്മാ ഇവിടെ കാര്യങ്ങൾ എന്തായെന്ന് അറിയാൻ ആൾ വന്നതാണെന്ന് പറഞ്ഞു. എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് എൻ്റെ ഒപ്പം കാറിന് പോകാമെന്ന് ഹുസൈനിക്ക പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇക്കയുടെ കാറിൽ കയറി. രാവിലെ 7:30 വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. ഏതെങ്കിലും ഹോട്ടൽ കാണുമ്പോൾ നിർത്ത്, നമുക്കെന്തെങ്കിലും കഴിക്കാം എന്ന് ഉമ്മയാണ് പറഞ്ഞത്.
അങ്ങനെ ഒരു ഹോട്ടലിന് മുന്നിൽ ഇക്ക വണ്ടി നിർത്തി. ഉച്ച സമയമായതുകൊണ്ട് ഹോട്ടലിൽ നല്ല തിരക്കായിരുന്നു. ചെറിയ ഹോട്ടലായതിനാൽ ഫാമിലി റൂം ഉണ്ടായിരുന്നില്ല. അത് കണ്ട ഹുസൈൻ ഇക്ക പറഞ്ഞു, നമുക്ക് പാർസൽ വാങ്ങാം. 2 കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ വിൽക്കാനിട്ടിരിക്കുന്ന വീട്. അവിടെ ഇരുന്ന് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണവും പാർസൽ വാങ്ങി വണ്ടിയിൽ കയറി ഇക്കയുടെ വീട്ടിലെത്തി. അതൊരു 2 നില വീടായിരുന്നു. മെയിൻ റോഡിൽ നിന്നും 500 മീറ്റർ അകലത്തിൽ 21 സെൻറ്റ് സ്ഥലത്ത് നിലകൊള്ളുന്ന ഒരു അടിപൊളി വീട്. അവിടെ എല്ലാ ഫർണിച്ചറും മറ്റും ഉണ്ടായിരുന്നു. 45 ലക്ഷം രൂപയ്ക്കാണ് അത് കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുന്നതെന്ന് ഇക്ക പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ഭക്ഷണമെല്ലാം മേശപ്പുറത്ത് സെറ്റ് ചെയ്തു. അപ്പോൾ ഉമ്മ ചോദിച്ചു, ബാത്റൂം എവിടെയാണ്, എനിക്കൊന്ന് ഫ്രഷ് ആകണമെന്ന്. അപ്പോൾ ഹുസൈനൊക്കെ പറഞ്ഞു, ആ മതിലിന് അപ്പുറത്താണ് ബാത്റൂമെന്ന്, നേരെ പോയാൽ മതിയെന്നും പറഞ്ഞു. ഉമ്മ എഴുന്നേറ്റ ഉടനെ ഇക്ക ഉമ്മയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ബാത്റൂം ആകെ വൃത്തികേടാണ്, ഞാനൊന്ന് ശരിയാക്കിയിട്ട് വരാമെന്ന്. വേണ്ട എന്ന് ഉമ്മ പറഞ്ഞെങ്കിലും അത് കേൾക്കാതെ ഉക്ക ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് ഓടി. ആ ഓട്ടം കണ്ടപ്പോഴേ എനിക്കെന്തോ പന്തികേട് തോന്നി. 2 മിനിറ്റ് കഴിഞ്ഞ് ഇക്ക തിരികെ എത്തി എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉമ്മ വേഗം ബാത്റൂമിൽ പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഉമ്മ തിരികെ എത്തി. അത് കഴിഞ്ഞ് ഞാനും ഒന്ന് ബാത്റൂമിൽ പോയി വരാമെന്നും പറഞ്ഞ് വേഗം ബാത്റൂമിൽ കയറുന്നതിന് മുമ്പേ ഞാൻ ബാത്റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തിരുന്നു. വാതിലടച്ചപ്പോൾ അവിടെ എയർ ഹോളിൻ്റെ ഭാഗത്ത് ഒരു വെളിച്ചം വരുന്നത് ഞാൻ കണ്ടു. അവിടെ വന്ന് പരിശോധിച്ചപ്പോൾ അവിടെ നിന്നും എനിക്ക് ഹുസൈനക്കയുടെ മൊബൈൽ ഫോൺ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുന്ന നിലയിൽ കിട്ടി. അതിൽ എൻ്റെ ഉമ്മയുടെ വീഡിയോവും ഉണ്ടായിരുന്നു. ഒന്നും അത്രയ്ക്ക് ക്ലിയർ അല്ലായിരുന്നു. എങ്കിലും ഞാനതെൻ്റെ മൊബൈലിലോട്ട് സെൻഡ് ചെയ്തു. ശേഷം ഡിലീറ്റ് ചെയ്തിട്ട് ഹുസൈനക്കയുടെ ഫോൺ ഓഫ് ചെയ്ത് എൻ്റെ പോക്കറ്റിലിട്ടു. എന്നിട്ട് വേഗം ഒന്നും അറിയാത്തവനെ പോലെ വന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉമ്മ പറഞ്ഞു, ഞാൻ ഈ വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണട്ടെ, വല്ല ആളുകളുമുണ്ടെങ്കിൽ ഞാൻ പറയാം, നല്ല കമ്മീഷൻ തന്നാൽ മതി എന്നും പറഞ്ഞ് വീട് കാണാൻ ഇറങ്ങി. ഞാനും ഹുസൈനക്കയും ഹോളിൽ തനിച്ചായപ്പോൾ ഞാൻ അങ്ങയുടെ ഫോണെടുത്ത് അങ്ങേർക്ക് കൊടുത്തു. ഫോണിൻ്റെ കയ്യിലുണ്ടെന്ന് അതിനകം തന്നെ അങ്ങേര് ഊഹിച്ചിരുന്നു. എൻ്റെ മുഖത്ത് നോക്കാതെ തല താഴ്ത്തിയിരിക്കുകയായിരുന്നു അയാൾ. എന്നാൽ അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ പല ആഗ്രഹങ്ങളും വന്നുകൂടി. കോളേജ് ചിലവിന് കുറച്ച് ക്യാഷ് ഒപ്പിക്കാനുള്ള ഐഡിയ എൻ്റെ മനസ്സിൽ രൂപപ്പെടുകയായിരുന്നു. ഈ സമയം അത്രയും ഞാൻ ആലോചിച്ചത് അതേപ്പറ്റിയായിരുന്നു. ഞാൻ പതുക്കെ ഇക്കയോട് പൗരുഷമായി ചോദിച്ചു, എന്താ ഇക്ക ഇത്, താൻ എന്താ ഉദ്ദേശിക്കുന്നേ? ഇക്ക പറഞ്ഞു, മോനെ, ഒരബദ്ധം പറ്റിയതാണ്, ഇനി ആവർത്തിക്കില്ല, നീ കുഴപ്പമുണ്ടാക്കരുത് എന്നൊക്കെ. ഞാൻ പറഞ്ഞു, ആവർത്തിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് കേട്ടതും അയാൾ ഞെട്ടി. എന്നിട്ട് വിശ്വാസം വരാത്ത പോലെ എന്നെ നോക്കി. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കും ഗുണമുണ്ടാവുകയാണെങ്കിൽ ഞാൻ സഹായിക്കാം. എന്താ നിനക്ക് വേണ്ടത് എന്നായി ഇക്ക? ഞാൻ ചോദിച്ചു. എന്ത് തരും നിങ്ങൾ? അത് എനിക്കവളെ തന്നാൽ നീ ചോദിക്കുന്നത് എന്തും തരാം. ഈ വീട് വേണമെങ്കിൽ ഞാൻ നിനക്ക് എഴുതി തരാം എന്ന് ഇക്ക പറഞ്ഞു. ഞാനതിന് ഓക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഉമ്മ താഴേക്ക് വന്നു. ഇക്ക ചോദിച്ചു, സജിതക്ക് വീട് ഇഷ്ടമായോ? ഉമ്മ പറഞ്ഞു, ആ, നല്ല വീടാണ്, വേണമെങ്കിൽ വാങ്ങിച്ചോളൂ, പൈസ കുറച്ച് കുറച്ചായി തന്നാൽ മതി എന്ന് ഇക്ക പറഞ്ഞു. അപ്പോഴുമ്മ എന്നെ നോക്കി. അപ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞു, നല്ല വീടാണുമ്മ, എങ്ങനെയെങ്കിൽ നമുക്കിത് വാങ്ങിയാലോ? വേണ്ടടാ, ഈ 45 ലക്ഷമൊക്കെ നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റുമോ മോനെ? അതൊന്നും നടക്കില്ല, ഉമ്മ പറഞ്ഞു. അതിവന് ജോലി കിട്ടിയിട്ട് ഇവൻ തന്നാൽ മതി എന്ന് ഹുസൈനിക്ക പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉമ്മ പുറത്തേക്ക് ഒന്ന് നോക്കിയിട്ട് വാ, നമുക്കിത് വാങ്ങാം. ഇക്ക 37 ലക്ഷത്തിന് ഇത് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. എടാ, അതൊന്നും നടക്കില്ല, നമ്മുടെ കയ്യിൽ എവിടെന്നാ ഇത്രയും ക്യാഷ് എന്നായി ഉമ്മ. ഇക്ക പറഞ്ഞു, നീ നോക്ക് സജി, അതൊക്കെ നമുക്ക് സംസാരിക്കാം എന്ന് ഇക്കയും പറഞ്ഞു.
അങ്ങനെ വീടിൻ്റെ പുറകുവശവും മറ്റും കാണുന്നതിനായി ഉമ്മ പുറത്തേക്കിറങ്ങി. അപ്പോൾ ഹുസൈനിക്ക എന്നോട് ചോദിച്ചു, ഡാ നിനക്ക് എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ഈ വീട്, പിന്നെ നാളെ തന്നെ 1,00,000 രൂപ, പിന്നെ ആവശ്യമുള്ളത് ഞാൻ വഴിയേ ചോദിച്ചോളാം. സമ്മതമാണെങ്കിൽ ഇനിയുള്ള കാലം അവർ നിങ്ങൾക്ക് സ്വന്തമായിരിക്കും. ഞാൻ പറഞ്ഞു. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന പൂത്ത ക്യാഷ് കൈവശമുള്ള ഹുസൈനിക്കയ്ക്ക് ഇതൊക്കെ നിസ്സാരമാണെന്ന് എനിക്കറിയാമായിരുന്നു. അമ്പരപ്പോടെ ഹുസൈനിക്ക എന്നോട് ചോദിച്ചു, എന്ന് കിട്ടും? എവിടെ വെച്ച്? നിൻ്റെ ഉമ്മ അതിന് സമ്മതിക്കുമോ? ഞാൻ പറഞ്ഞു, എനിക്കും വേണം, ഇന്ന്, ഇപ്പോൾ, ഇവിടെ വെച്ച്. പക്ഷേ ഉമ്മ സമ്മതിക്കില്ല. ആദ്യം അറിയാതെ, പിന്നെ അത് വെച്ച് സമ്മതത്തോടെ. എന്താണ് നീ ഉദ്ദേശിക്കുന്നത് എന്ന് ഹുസൈനിക്ക ചോദിച്ചു. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ഗുളിക എടുത്തു. എന്നിട്ട് 2 പൊട്ടിച്ച് ഞങ്ങൾ മേടിച്ച മിറിണ്ടയുടെ ബാക്കി ഉമ്മ കുടിച്ച ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ടു. ബാക്കി വന്ന മിറിണ്ട ഞങ്ങൾ 2 പേരും ഗ്ലാസ്സിലാക്കി ഞങ്ങളുടെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് ഉമ്മ തിരികെ വരാനായി കാത്തിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞു ഉമ്മ തിരികെ എത്തിയപ്പോൾ ഞങ്ങൾ കയ്യിലുള്ള ഗ്ലാസ്സിലെ മിറിണ്ട പതിയെ കുടിക്കാൻ തുടങ്ങി. ഹുസൈനിക്ക അപ്പോൾ ഉമ്മയോട് പറഞ്ഞു, കുറച്ചുകൂടി ബാക്കിയുണ്ട്, അത് നിനക്കൊഴിച്ചു വെച്ചിട്ടുണ്ട്. ഉമ്മ കസേരയിലിരുന്ന് പെട്ടെന്ന് തന്നെ അത് കുടിച്ചു തീർത്തു. ഞാൻ പറഞ്ഞു, ഇക്ക നമുക്കൊന്ന് പുറത്തു പോയി നോക്കിയിട്ട് വരാം. അതും പറഞ്ഞ് ഞങ്ങൾ വീടിൻ്റെ പുറത്തേക്കിറങ്ങി. അപ്പോൾ ഞാൻ ഇക്കയോട് പറഞ്ഞു, ഇക്ക ഒരു 10 മിനിറ്റ്, അതും കൂടി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്തും ചെയ്യാം. പിന്നൊരു കാര്യം, ഷൂട്ട് ചെയ്യാൻ മറക്കരുത്, അത് നമുക്ക് ഭാവിയിൽ ഉപകാരം ചെയ്യും. പിന്നെ അതിനു മുമ്പ് എൻ്റെ ക്യാഷ് എങ്ങനെ തരുമെന്ന് പറ. ഹുസൈനിക്ക പറഞ്ഞു. ഞാൻ ചെറുപ്പം മുതലേ ആഗ്രഹിച്ച ആളാണത്. അതിനുവേണ്ടി ഞാൻ എന്തും തരും. എന്നിട്ട് കാറിൽ നിന്നും ക്യാഷ് ചെക്ക് എഴുതി 25,000 രൂപയും കാറിൻ്റെ ഡാഷ് തുറന്ന് ബാക്കി 75,000 രൂപയും എടുത്തു തന്നു. പേടിക്കണ്ട, ഞാനൊരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. നീ എന്താവശ്യമുണ്ടെങ്കിലും ചോദിച്ചാൽ മതി, ഞാൻ തരാം. വീട് അടുത്താഴ്ച രജിസ്റ്റർ ചെയ്ത് തരാം എന്ന് ഇക്ക പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു. പിന്നീട് അകത്തേക്ക് കയറി. അവിടെ എൻ്റെ ഉമ്മ തലയ്ക്കും കൈ കൊടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഉമ്മ എന്തു പറ്റി? ഉമ്മ ഒന്നും മിണ്ടില്ല. പക്ഷെ ഉമ്മ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒച്ച പുറത്തേക്ക് വന്നില്ല. പിന്നീട് ഞാനും ഹുസൈനിക്കയും സമയം കളയാൻ നിന്നില്ല. ഞങ്ങൾ അങ്ങ് തുടങ്ങി. അപ്പോൾ ഈ കഥയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യട്ടോ, അതിൽ ഒരു ലിങ്ക് ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.